ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ കുറച്ച് കപ്പ നടാനുള്ള ഉദ്ദേശത്തിലാണ് ഉള്ളത്. ഒരു കപ്പ നടാനുള്ള ഉദ്ദേശത്തിലാണ് ഉള്ളത്. അപ്പോൾ കപ്പ നടാൻ വേണ്ടി ആകെ 20 മൂട്ട കപ്പ നടുന്നില്ലു. അതിനുള്ള സ്ഥലം ഒന്ന് റെഡിയാക്കരുത്. ഇവിടെ കുറച്ച് മാച്ചിപ്പട്ടിയും കാര്യങ്ങളുണ്ട്. അതിൽ ചാടിയിട്ട് കളിച്ചിടണം. ആദ്യം നിലം ഒരുക്കണം. നിലം കളിച്ചിടണം. ഇവിടെ പന്നി ശല്യം അതിരൂക്ഷമാണ്. അതുകൊണ്ട് കപ്പ നട്ടാൽ കിട്ടണമെന്നില്ല പ്രയാസമാണ്. കിട്ടണമെങ്കിൽ അതിന്റെ സൈഡിലൊക്കെ എന്തെങ്കിലും കെട്ടാലും വേണം. നോക്കാം നമുക്ക് കിട്ടുമെന്ന്. കഴിഞ്ഞ ഇതേ സ്ഥലത്തൊരു 20 മൂട കപ്പ നട്ടിട്ടൊന്നും കിട്ടിയില്ല. അതിലുണ്ടായ വേസ്റ്റാണ് ഇത്. കണ്ട, അതിൽ പന്നി കുത്തിക്കളഞ്ഞതിന്റെ വേസ്റ്റാണ് ഇത്. എന്താ ഈ സാധനം? ഇന്നൊന്നും നമുക്ക് കിട്ടിയില്ല. ഒരു മൂട പോലും നമുക്ക് തിന്നാൻ കിട്ടിയില്ല. അപ്പോൾ ഇതന്നെ നമുക്ക് നടാം. ഇപ്പോൾ സ്ഥലം ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് കളക്കണം. മണ്ണ് ശരിക്കും ഒന്ന് കളക്കണം. കളിച്ചിട്ട് വേണം മൂട കൂട്ടാൻ വേണ്ടി. നമ്മുടെ നാട്ടില് കൊള്ളി എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒന്ന് തുടങ്ങണത്രേ. ഇനിയിപ്പോ ഒന്നും കൂടെ ആക്കി 20 ഒരു 2-3 അധികം എടുക്കാം നമുക്ക്. വെള്ളം കിട്ടണമെന്നില്ല. അപ്പോൾ ഒരു 3 ഒരു 4 അധികം ചെയ്യാം. ഓക്കെ ഗൈസ്, ഓക്കെ ഫ്രണ്ട്സ്. എന്തിനും ജിമ്മിനെല്ലാം പോകുന്നു? ജിമ്മിനൊന്നും പോകേണ്ട കാര്യമില്ല. ദിവസം കുറച്ച് കളിച്ചാൽ തന്നെ മതി. കളിക്കോ എന്തെങ്കിലും പണി കുറേശ്ശെ എടുത്താൽ തന്നെ തടിക്ക് ഉന്മേഷം ഉഷാരം കിട്ടും. രാത്രി ഉറക്കം കിട്ടും. ആരും ജിമ്മിന് പോകണം. ജിമ്മിന് പോകുന്നവർക്ക് പോവാ, പോകണ്ടെന്ന് അറിയില്ല. തടിയെല്ലാം ഉഷാറാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ദിവസം കുറച്ച് കളിച്ചാലും മതി. പച്ചക്കറി നടുവോ കപ്പ നടുവോ എന്താ വെച്ചാലും ചെയ്യാം. കുറേശ്ശെ ചെയ്താൽ മതി. അധികം ചെയ്തില്ല. ഞാൻ കുറച്ച് അധികമാണ്. ഞാൻ പൊതുവെ കുറച്ച് അധികമാണ്. ഓവറാണ്. ഓവറൊന്നും എടുക്കുന്നില്ല. കുറേശ്ശെ പണിയെടുക്കുക. ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. എന്നാലും എല്ലാം ഒന്ന് ലെവലാക്കി. ഇനിയിപ്പോ ഇത് നടാനുണ്ട് അത്ര. ഇപ്പൊ വെയിലായോണ്ട് കുറച്ച് വൈകിട്ടാ തുടങ്ങിയ പണി. വെയിലത്ത് ആവില്ല പണിയെടുക്കാൻ. അപ്പൊ കുറച്ച് വൈകി തുടങ്ങിയോണ്ട് കുറച്ച് ഇരുട്ടാവോന്ന് അറിയില്ല. നട്ട് തീരുമ്പോക്ക് എന്തായാലും നട്ടിച്ച് പോകുന്നില്ല. വൈകാലും വൈകിട്ടെങ്കിൽ നട്ടിച്ച് പോകും. 20 മൂട കപ്പ നടാൻ അത്ര സമയം വന്നു. ഒരു 10 മിനിറ്റേ വേണ്ടു. മൂടിയാക്കാൻ നടുകയും ചെയ്യാം. പിന്നെ ഇതെപ്പോൾ ഇങ്ങനെ മുള വന്ന് ഉഷാറാകുമ്പോൾ ഇതിൻ്റെ കള കളയണം. ഇത്തിരി എന്തെങ്കിലും വളമിട്ട് കൊടുക്കണം. അപ്പോൾ കപ്പ റെഡി. ഒരു കൊല്ലം കൊണ്ട് നമുക്ക് കപ്പ പറിച്ചെടുക്കാം. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ എടുത്തിട്ട് നമ്മളെല്ലാവരും കണ്ടുകൂട്ടി വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കില്ല എല്ലായിടത്തും കപ്പ നടല്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടല്. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലായിരിക്കും ഇടുക. അപ്പം ഞാൻ ഇത്തിരി ആക്കിയിട്ടുണ്ട്. കപ്പ പല വിധത്തിൽ നടലുണ്ട്. പരത്തി നടലുണ്ട്, കുത്തി നടലുണ്ട്, കമ്പ് കുത്തി നടലുണ്ട്. അപ്പം ഞാൻ നടുന്നത് കുത്തിയിട്ടാണ് നടുന്നത്. കമ്പ് ഒരു 1.5 ചാൻ അകലത്തിൽ മുറിച്ചിട്ട് കുത്തിയിട്ടാണ് നടുന്നത്. കമ്പ് കുത്തി നടലാണ്. പരത്തി നടുന്നല്ല, കുത്തി നടണം.
അപ്പോൾ കത്തി വേണം. എടാ ഒരു കത്തി എടുത്തേ. ഏയ് ആ അപ്പോൾ ഒരു തണ്ടുണ്ട് ഇടാ, അത് പീസാക്കാൻ വേണ്ടി കത്തി വേണം. കത്തി ഞാൻ ഇങ്ങോട്ട് എടുത്തില്ല. അപ്പോൾ പീസാക്കി വെച്ച കുറച്ചെണ്ണം ഉണ്ട്, അത് നമുക്ക് നട്ട് തുടങ്ങാം. ഓക്കെ, നട്ട് തുടങ്ങാം. വാ. അധികം കൂനുണ്ടെങ്കിൽ ഒന്ന് ചെറുങ്ങനെ തട്ടി കൊടുക്കാം. അധികം കൂന വേണ്ട, ചെറുങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കപ്പത്തണ്ടുണ്ട്, നല്ലതുണ്ട് മോശമുണ്ട്. ഇത് കുറച്ച് വണ്ണം അധികമുള്ളതാണ് ഇല്ലത്, അത് നമുക്ക് നട്ട് കൊടുക്കാം. വണ്ണുള്ളത് നട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ചെരിച്ച് നടാം, കുറച്ച് ചെരിച്ച് കുത്തി കൊടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ മുകളിൽ ലേശം മണ്ണും വരി കൊടുക്കാം. അപ്പോൾ അങ്ങനെ വന്നോളൂ. ഇതാ ഇത് നോക്കിക്കോ, നമ്മൾ നടന്നുണ്ടോ? ഇതാ ഇങ്ങനെ ആ കുത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ ലേശം മണ്ണിട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയും കൊണ്ടു കീർത്ത് വന്നോളൂ. അങ്ങനെ ഒരു 20-22 തലത്തോളം ഉണ്ട്. അപ്പോൾ നമുക്ക് നട്ട് കൊടുക്കാം. ആദ്യം ഇതെല്ലാം ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് മണ്ണിലേക്ക് താഴ്ത്തി കൊടുക്കാം. ഈ എണ്ണം നമുക്ക് റെഡിയാക്കാം കേട്ടോ, എന്നിട്ട് ബാക്കി. ഓക്കെ, നല്ല കമ്പ് തന്നെ നടണേ. നടുമ്പോൾ എൻ്റെ അത്ര നല്ല കമ്പ് എന്ന് പറയാൻ പറ്റൂല, വേറെ കിട്ടിയ കമ്പ് നടുന്നതാണ്. ഓക്കെ ഗായ്സ്, എല്ലാവരും കപ്പ നട്ടോളും. ഒരു 10 തടം ഇത്രയേ ഉള്ളൂ, ഒരു 10 തടം കപ്പ. അപ്പോൾ കത്തിയുണ്ട്, കത്തി എടുത്തിട്ട് നമുക്ക് ഏകദേശം ഇതാണ് കപ്പ. ഇത് കഴിഞ്ഞത്തെ കപ്പത്തണ്ടാണ്. ഇത് ഇവിടുന്ന് ഏകദേശം ഇവിടുന്ന് പൊട്ടിക്കളയാം. ഏകദേശം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം, ഒരു കുട്ടയം വെച്ചിട്ട് വേണം കൊത്താൻ. ഇങ്ങനെയാണ് പൊടിക്കേണ്ടത്, ഇല്ലെങ്കിൽ ചതഞ്ഞു പോകും, എൻ്റെ തണ്ട് ചതഞ്ഞു പോകും. ഓക്കെ, ഇങ്ങനെ നട്ടാലാണ് നല്ലത്. അപ്പോൾ നല്ല കപ്പത്തണ്ട് നോക്കിയിട്ട് നടണം. നല്ല കപ്പത്തണ്ട് നോക്കിയിട്ട് നടുക. ഇങ്ങനെ 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 മുറിച്ച് നടുക. ഓക്കെ, എല്ലാവരും കണ്ടല്ല, നല്ല 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 കുഴപ്പമില്ലാത്ത കപ്പത്തണ്ടാണ്. അപ്പോൾ നമുക്ക് നട്ട് തുടങ്ങാം. ഇതിപ്പോൾ തണ്ട് അധികമായെങ്കിൽ ഞാൻ വീണ്ടും മൂട കൂട്ടും, കാരണം എന്നാൽ കപ്പത്തണ്ട് കളയാനില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ 2 കപ്പത്തണ്ട് അധികമായിട്ടുണ്ട്. അപ്പോൾ അതിന് 2 മൂടും കൂടെ ഞാൻ കൂട്ടും. കപ്പത്തണ്ട് കളയാനില്ല, അതുകൊണ്ട് 2 മൂടും കൂടെ കൂട്ടാം. അപ്പോൾ ഇതാദ്യം വെള്ളി ഇതൊക്കെ സ്റ്റിച്ച് കളയാം. 2 മൂടും കൂടെ അധികമായിട്ടുണ്ട്. നോക്കാം നമുക്ക്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് വിളവെടുക്കുന്ന വീഡിയോ കൂടെ ഞാൻ ഇടും. ആവശ്യമുള്ളവർക്ക് പൊരിച്ച് തരികയും ചെയ്യും. പൈസക്കൊന്നല്ല, സ്നേഹത്തിൻ്റെ പേര്. ആരും പൈസയും കൊണ്ടുവരണ്ട, സ്നേഹത്തിൻ്റെ പേരിൽ ഉള്ളതനുസരിച്ച് ഞാൻ തരും, ഇല്ല നോക്കിയിട്ട് തരും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. ഇതുപോലെ പണിയെടുക്കാനല്ലേ ആയുസ് ആരോഗ്യം ഉണ്ടാവണം. ഓക്കെ, ഇവിടെ മൂട കൂട്ടിയിട്ട് നടാൻ നമുക്ക്. വേണ്ട, വേർത്തു, ഫുള്ള് വേർത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമുക്ക് നട്ടു തുടങ്ങാം. 2 കപ്പത്തണ്ട് അതിപുല്ല് നടാം ആദ്യം. ഒന്നുമില്ല, നട്ടായി. ഇത്രയേ ഉള്ളൂ. മുകളിൽ ലേശം മണ്ണാക്കിയാൽ നല്ലത്. മുളക്ക് കുറച്ച് കരുത്ത് വരും. ചെരിച്ചാട്ടാ മതി, കുറച്ച് ചെരിച്ചാട്ടാ. ഓക്കെ, ഇതിൽ ഓൾറെഡി വേര് വന്നിട്ടുണ്ട്. ഇങ്ങനെയല്ലതാ നല്ലത്, വേഗം പിടിച്ച് കിട്ടും. ഇതിൽ ലേശം മണ്ണ് ഇടുന്നത് നന്നായിരിക്കും. അപ്പോൾ മഴ വന്ന് മണ്ണിൻ്റെ അടിയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടൊന്നുമില്ല. ഇനി മഴ വരാൻ്റെ അത്ര, അപ്പോൾ നട്ട് തീർക്കണം. മഴ വന്നാലേ മുള വരൂ. മഴ വന്നാലേ മുള വരൂ. ഓക്കെ, ഇതെല്ലാം വെറുതെ നടന്നാണ്. ആവുന്ന ആയിക്കോട്ടെ വന്നിട്ട് നശിപ്പിച്ച് കളയാൻ നമുക്കൊരു മടിയാ. അപ്പം എല്ലാം നട്ടിട്ട് മുള വന്നതിന് ശേഷം വീണ്ടും ഞാൻ വീഡിയോ ചെയ്യും. ഓക്കെ, കൃഷിയെ കൊണ്ട് ലാഭമുണ്ടോ ഇല്ലോ എന്നല്ല, മനസ്സിൻ്റെ സംതൃപ്തി. അതാണ് കാര്യം. മറ്റ് കൃഷിനെ കൊണ്ട് ഇല്ല ലാഭമില്ലോണ്ടല്ല, മനസ്സിന് സംതൃപ്തി കിട്ടാൻ ഇത് നല്ല പരിപാടി കൂട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് മുളച്ചിട്ട് ഇത് കപ്പ നമ്മൾ പൊരിച്ചെടുക്കുന്ന വീഡിയോ കൂടി ഇടും. അതുവരേക്കും ഗുഡ് ബൈ.